യാതൊരു പുള്ളും ഇല്ലാതെ ഡോഗ് നമ്മുടെ കൂടെ ഈസി ആയിട്ട് നടന്നു വരാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് എക്സർസൈസുകൾ ഞാൻ പറഞ്ഞുതരാം. കറക്ഷൻസ് അല്ല കേട്ടോ, കറക്ഷൻസ് നമ്മൾ ഓൾറെഡി കുറെ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്. ആദ്യത്തെ എക്സർസൈസ് പൊസിഷൻ ചെയ്യുക എന്നുള്ളതാണ്. ഏകദേശം നമ്മുടെ ഏതെങ്കിലും ഒരു സൈഡിൽ ഇതേപോലെ നമുക്ക് പാരലായിട്ടോ അല്പം പുറയിലോ ഡോഗിനെ പ്ലേസ് ചെയ്യുക. ഡോഗ് ചിലപ്പം ഈ ഒരു പൊസിഷനിലൊക്കെ ആയിരിക്കും നിൽക്കുന്നത്. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ വളരെ ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് വലിച്ചു കഴിഞ്ഞാൽ നമ്മുടെ അടുത്ത് വരും. എപ്പോഴാണോ അടുത്ത് വരുന്നത്, അടുത്ത് വരുമ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു ട്രീറ്റ് ഡോഗിന് കൊടുക്കുക. മനസ്സിലായല്ലേ? അതായത് ഇപ്പൊ നമ്മൾ പുല്ല് കൊടുക്കുന്ന ഒരു ഡയറക്ഷൻ ഉണ്ടല്ലോ, ആ ഡയറക്ഷനിലോട്ട് ഡോഗ് വരണം. അഥവാ നമ്മുടെ ഈ ട്രീറ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് തടവി കൊടുക്കുക. അപ്പൊ പ്രഷറും ഡോഗുമായിട്ട് ഒരു ലാംഗ്വേജ് ഉണ്ടല്ലോ, ആ ലാംഗ്വേജ് ഡോഗിന് മനസ്സിലാവണം. അതായത് ഇങ്ങോട്ട് വലിച്ചാൽ ഇങ്ങോട്ടാണ് വരേണ്ടത് എന്നുള്ളത്. ഡോഗിന് ആദ്യം ഈ ലീഷിട്ട് കൊടുക്കുമ്പോൾ അറിഞ്ഞൂടാ. അതായത് ഇങ്ങോട്ട് പുള്ളി ചെയ്യുമ്പോൾ ചിലപ്പോൾ അങ്ങോട്ട് പുള്ളി ചെയ്യാനായിട്ടുള്ള ഒരു ടെൻഡൻസി ഉണ്ടായിരിക്കും. അപ്പൊ നമ്മൾ ഇത് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഓരോ സ്ഥലത്തും ഇതേപോലെ മാറി എന്ന് വിളിക്കുക. അടുത്ത് വരുമ്പോഴത്തേന് ഒന്നുകിൽ തടവി കൊടുക്കുക, അതല്ല ട്രീറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ആദ്യമൊക്കെ ട്രീറ്റ് ആണ് ഏറ്റവും നല്ലത്. അതായത് അവർക്ക് തടവി കൊടുക്കുന്നതിനെക്കാട്ടി കൂടുതൽ ഇഷ്ടം എന്തായിരിക്കും, ട്രീറ്റ് കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ അതൊക്കെ കുറേശ്ശെ ട്രീറ്റ് കൊടുക്കുക. അടുത്ത സ്ഥലത്തോട്ട് ഇങ്ങോട്ട് മാറിയിക്കുക. ഇത് കണ്ടോ, ഞാൻ വലിക്കാതെ തന്നെ വരാനായിട്ട് തുടങ്ങും. അപ്പം ഞാൻ ലീഷ് നല്ലോണം ലൂസ് ഇടുവാണ്. നമ്മളിങ്ങോട്ട് മാറിയിരിക്കുമ്പോഴത്തേന് വീണ്ടും അവളെ പൊസിഷൻ ചെയ്യുന്നത് കണ്ടോ. അപ്പോൾ ആദ്യം ഇത് പഠിപ്പിക്കുക. നമ്മൾ ആദ്യമേ ചാടി കയറിയിട്ട് റോഡിലോട്ട് ഇറങ്ങി നടക്കാൻ പോയി കഴിഞ്ഞാൽ യാതൊന്നും നടക്കത്തില്ല, വർക്ക് ആവത്തില്ല. അങ്ങനെ പോകുന്നത് നെഗറ്റീവാണ്. കാരണം ഡോഗ് വേറെ രീതിയിൽ പഠിച്ചു തുടങ്ങും. അപ്പോൾ ആദ്യം ഇങ്ങനെ പഠിപ്പിച്ചതിന് ശേഷം മാത്രമേ ഡോഗിനെ പുറത്തോട്ട് നമ്മൾ നടത്താനായിട്ട് കൊണ്ടുപോകും. രണ്ടാമത്തെ സ്റ്റെപ്പിലാണ് നമ്മൾ എങ്ങോട്ടെങ്കിലും നടക്കാൻ പോകുന്നത് ഡോഗുമായിട്ട്. നടക്കുക എന്ന് പറയുമ്പോൾ ഇതിനകത്തുള്ള എക്സർസൈസ് യഥാർത്ഥത്തിൽ ഡോഗിനല്ല, നമുക്കാണ്. അതിനകത്ത് സൈക്കോളജിക്കൽ സൈഡും ഉണ്ട്, ഫിസിക്കൽ സൈഡും ഉണ്ട്. ഡയറക്ഷൻ എന്ന് പറയുന്നത് സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ മെയിൻറ്റെയിൻ ചെയ്യുക. നമ്മൾ ഇങ്ങനെ കുനിഞ്ഞി നിൽക്കരുത്, അതായത് ഇങ്ങനെ നിൽക്കരുത്. നമ്മൾ ഏതെങ്കിലും ഒരു ടാർഗറ്റ് പോയിന്റ് മുന്നിൽ വയ്ക്കുക. ഞാനിപ്പോൾ ഉദാഹരണത്തിന് ഇതുകൊണ്ട് ആ ഒരു തെങ്ങിനെയാണ് ടാർഗറ്റ് ചെയ്യുന്നത്, അവിടെ എത്തുക എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യം എന്ന് വയ്ക്കുക. അപ്പം ഞാൻ ആ ഒരു പോയിന്റിലോട്ട് തന്നെ കൃത്യമായിട്ട് നോക്കുക, സ്ട്രെയിറ്റ് ആയിട്ട് ആ തെങ്ങിലോട്ട് നോക്കുക. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, നമ്മൾ ആ ഡയറക്റ്റ് ചെയ്യുന്ന ആ തെങ്ങിനെ നോക്കത്തില്ലേ, അപ്പൊ അതേ ഡയറക്ഷനിൽ തന്നെ നമ്മുടെ കാലും വെക്കുക. അതായത് ഇപ്പൊ തെങ്ങ് അങ്ങനെയാണ്, കാല് ഞാൻ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഡോഗിന് അത് മനസ്സിലാക്കാനായിട്ടുള്ള ചിലപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുകൾ വരും. ഡോഗ് ചിലപ്പോൾ അങ്ങോട്ട് പോകാൻ ചാൻസ് ഉണ്ട്, അങ്ങനെയൊക്കെ ചേഞ്ച് വരാം. അപ്പൊ കറക്റ്റായിട്ട് തെങ്ങ് നോക്കുന്നു, നമ്മൾ തെങ്ങിന്റെ ഡയറക്ഷനിൽ തന്നെ കാല് വയ്ക്കുന്നു. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ സ്പീഡ്. നമുക്ക് അങ്ങോട്ട് പോകേണ്ട സ്പീഡ് നമുക്ക് ആദ്യം തന്നെ മനസ്സിലുണ്ടായിരിക്കണം. നമ്മുടെ ബ്രീത്തിങ്ങിന്റെ സ്പീഡ് എത്രയാണോ അതേ സ്പീഡിൽ തന്നെ അങ്ങോട്ട് പോവുക ആദ്യമൊക്കെ. അതായത് ഇപ്പോൾ 1 സെക്കൻഡിലാണ് ഞാൻ ഒരു തവണ ശ്വാസം എടുത്ത് വിടുന്നതെന്നുണ്ടെങ്കിൽ അതേ സ്പീഡിൽ തന്നെ സ്റ്റെപ്പുകൾ വെക്കുക. സ്റ്റെപ്പ് സ്ലോയിൽ വെച്ചാൽ മതി. നമ്മൾ പതുക്കെയാണ് വെക്കുന്നത്, ഒരിക്കലും സ്പീഡ് വെച്ച് പോകരുത്. അതനുസരിച്ചിട്ട് ഡോഗ് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ കൂടെ പതുക്കെ വന്നോളും. ഇതിൻ്റെ ഇടയ്ക്ക് എപ്പോഴെങ്കിലും ഡോഗ് മുന്നിൽ കയറി പോവുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് അതിനനുസരിച്ചിട്ടുള്ള കാര്യങ്ങളും ചെയ്യാവുന്നതാണ്. ഇപ്പം നമ്മൾ ഈ പോയിന്റിലെത്തി കഴിഞ്ഞാൽ നമുക്ക് അതിനൊരു റിവാർഡ് ഡോഗിന് വേണമെങ്കിൽ കൊടുക്കാം. മനസ്സിലായല്ലേ? ഓക്കെ. അതേപോലെ തന്നെ നമ്മൾ പൊസിഷൻ തിരിച്ചും കൊണ്ടുവരിക. നമ്മൾ നിന്ന സ്ഥലത്തോട്ട് തന്നെ തിരിച്ചു കൊണ്ടുവരിക. ഡോഗ് നമ്മുടെ കൂടത്തെ, ഇപ്പം ഡോഗ് കുറച്ച് മുന്നിൽ കയറി നടക്കുന്നുണ്ട്. ഓക്കെ. അപ്പം നമ്മൾ എന്തോ ചെയ്യണം, പതുക്കെ ഇങ്ങോട്ട് പിടിച്ചു കഴിഞ്ഞാൽ ഡോഗ് നമ്മുടെ പഴയ പൊസിഷനിൽ തിരിച്ചു വരും. ഓക്കെ. തിരിച്ചു വന്നതിന് ശേഷം മാത്രമേ നടക്കാവുള്ളൂ, അല്ലാതെ നമ്മൾ ഒരുപാട് ഇട്ട് വലിക്കേണ്ട കാര്യമില്ല. അവിടെ പഴയ പൊസിഷനിൽ നമ്മൾ തിരിച്ചെത്തിയതിന് ശേഷം വീണ്ടും ഇവിടെ എത്തിയിട്ട് കഴിഞ്ഞിട്ട് ഒരു ട്രീറ്റ് കൊടുക്കുക. ഓക്കെ. അപ്പൊ രണ്ടാമത്തെ എക്സർസൈസ് ഇത്രയേ ഉള്ളൂ. ഇത് നല്ല പെർഫെക്റ്റ് ആയതിനു ശേഷം മാത്രമേ അടുത്ത സ്റ്റെപ്പിലോട്ട് പോകാവുള്ളൂ. അടുത്ത എക്സർസൈസ് എന്ന് പറയുന്നത് നമുക്കും ഡോഗിനും കൂടെ ഒരുമിച്ചാണ് കൊടുക്കുന്നത്. കഴിഞ്ഞ ഒരു സ്റ്റെപ്പ് നമ്മൾ ചെയ്തത് മുന്നിൽ ഒരു പോയിന്റ് വെച്ചു, അങ്ങോട്ട് പോകുമായിരുന്നു, സ്ട്രെയിറ്റ് ആയിട്ട് തന്നെയാണ് പോകുന്നത്, അല്ലാതെ ഡയറക്ഷൻ ഒന്നും ഡീവിയേറ്റ് ചെയ്യുന്നില്ല. ഇവിടെ ഡോഗിനെയും കൂടെ ഇടയ്ക്ക് നമ്മൾ ഡയറക്ഷൻ ഡീവിയേറ്റ് ചെയ്താണ് കൊണ്ടുപോകുന്നത്. അതായത് ഇപ്പം ഞാൻ അവിടെ ഒരു പോയിന്റ് വെച്ചു, അവിടെ ആ ഒരു മരത്തിന്റെ അടുത്തോട്ടാണ് പോകാൻ പോകുന്നത്. അത് നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് പോകുന്നില്ല, പകരം നമ്മൾ ഇങ്ങനെ പോകുന്നു, അതിൻ്റെ അടുത്ത് എത്തുന്നു. ആ ഒരു രീതിയിൽ നമുക്ക് തന്നെ മനസ്സിലൊരു പ്ലാൻ ഉണ്ടായിരിക്കണം എങ്ങനെയാണ് പോകുന്നത് എന്നുള്ളത്. അപ്പം നമ്മൾ ആദ്യം അത് മനസ്സിൽ വെച്ചു, അതിനുശേഷം ഡോഗിനെ അങ്ങോട്ട് സ്ട്രെയിറ്റ് നമ്മൾ ഡയറക്റ്റ് ചെയ്ത് നിർത്തി. ഓക്കെ. അതിനുശേഷം നടന്നു തുടങ്ങുവാണ്. ഡയറക്റ്റ് ചെയ്ത് അങ്ങോട്ടല്ല പോകുന്നത്, നമ്മൾ ആദ്യം ഇങ്ങോട്ട് തിരിഞ്ഞു, ഡോഗ് കൂടെ വന്നു. സ്പീഡൊക്കെ നേരത്തെ പറഞ്ഞ അതേ സ്പീഡ് തന്നെ, നമ്മുടെ ബ്രീത്തിങ്ങിനനുസരിച്ചുള്ള സ്പീഡ്. അതിനുശേഷം ഇങ്ങോട്ടൊന്ന് നടന്നു. ഓക്കെ. അതിനുശേഷം ഡോഗിനെ നമ്മൾ ഇങ്ങോട്ടൊന്ന് കൊണ്ടുവന്നു. ഇവിടെ ടാർഗറ്റിൽ എത്തിക്കഴിഞ്ഞാൽ ഡോഗിന് ട്രീറ്റ് കൊടുക്കാം. യെസ്, ഗുഡ് ഗേൾ. ഓക്കെ. അപ്പൊ ഈ കാര്യം കൂടെ നമുക്ക് നല്ലോണം ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ ഡോഗ് ഏകദേശം ഒരു 60-70% നമ്മുടെ കൺട്രോളിലോട്ട് വരും. അടുത്തത് ലാസ്റ്റ് എക്സർസൈസ് ആണ്. ഡോഗിനെ ഈ ഒരു കാര്യം കൂടെ നമ്മൾ പെർഫെക്റ്റ് ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ പുറത്തോട്ടൊക്കെ നടക്കാനായിട്ട് കൊണ്ടുപോകാം. ഇവിടെ ഡോഗിന് നമ്മളൊരു ടാർഗറ്റ് കൊടുക്കുന്നു, ഡിസ്ട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്റൻഷനലി നമ്മളൊരു ടാർഗറ്റ് ഇട്ട് കൊടുക്കുന്നു. നമ്മളുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് ഡിഫറൻറ്റും ആയിരിക്കും.
ഡോഗിന്റെ ടാർഗറ്റ് നമ്മളുടെ ടാർഗറ്റ് കിട്ടിക്കഴിഞ്ഞതിന് ശേഷം മാത്രമേ കൊടുക്കാവുള്ളൂ. അത്രേ ഉള്ളൂ. സിമ്പിളായിട്ടുള്ള കാര്യമാണ്. ഞാൻ ചെയ്യുമ്പോൾ മനസ്സിലാവും. അതായത് ഞാനിവിടെ കുറച്ച് ട്രീറ്റ് ഇവിടെ ഒന്ന് മണപ്പിക്കുന്നു. മണപ്പിച്ചതിന് ശേഷം ഇവിടെ വെക്കുവാണ്. ഇപ്പൊ ഡോഗിന്റെ ടാർഗറ്റ് എന്തുവാണ്? ഡോഗിന്റെ ടാർഗറ്റ് എന്ന് പറയുന്നത് ആ ട്രീറ്റുകളാണ്. അപ്പം എനിക്ക് ഒരു ഡിഫറൻറ്റ് ടാർഗറ്റ് കാണും. അത് എനിക്ക് മാത്രമേ അറിയാവുള്ളൂ, ഡോഗിന് അറിഞ്ഞുകൂടാ. ഇപ്പൊ നമ്മൾ ലീഷ് വിട്ട് കഴിഞ്ഞാൽ ഇവിടെ അതിൻ്റെ അടുത്തോട്ട് പോകും. ഓക്കെ, അപ്പൊ അതുകൊണ്ടിട്ട് നമ്മൾ ആദ്യം ഒന്ന് കറങ്ങി വന്നതിന് ശേഷം മാത്രം ഇത് കൊടുക്കുന്നു. ഞാൻ ഇങ്ങോട്ട് ഇച്ചിരി മാറി നിൽക്കുന്നു. മാറി നിന്നിട്ട് ഇങ്ങോട്ട് തിരിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒന്ന് യെസ് പറഞ്ഞു കഴിഞ്ഞാൽ ഡോഗ് അത് എടുക്കാനായിട്ട് പോകും. ഓക്കെ, അപ്പൊ നമ്മൾ ചെയ്യുന്നതെന്ന് പറയുന്നത് നേരെ ഡോഗിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ഇങ്ങനെ ആയിരിക്കും പോകുന്നത്. ഞാൻ ഒരിക്കലും അത് അലോ ചെയ്യുന്നില്ല. ഞാൻ മനസ്സിലിട്ടേക്കുന്നതെന്ന് പറയുന്നത് എനിക്ക് അങ്ങോട്ട് പോകണം, അതിനുശേഷം അവിടെ കൊണ്ടുപോയി കൊടുക്കും. അത്രേ ഉള്ളായിരിക്കും. അതൊക്കെ ലീഷ് ലൂസ് ചെയ്ത് കൊടുക്കുക. അവൾ നടക്കുന്നില്ല. ഇത് നമ്മൾ ഓൾറെഡി അവളെ പഠിപ്പിച്ച് വെച്ചേക്കുന്നതുകൊണ്ടാണ് അങ്ങ് പോകാത്തത്. സാധാരണഗതിയിലുള്ള ഡോഗ്സ് ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ട്രീറ്റ് കണ്ടില്ലേ, അങ്ങോട്ട് ഒറ്റപ്പോക്കായിരിക്കും പോകുന്നത്. അപ്പം ഞാൻ പതുക്കെ അങ്ങോട്ട് നടക്കുന്നു. അങ്ങോട്ട് നമ്മൾ നേരത്തെ സ്പീഡ് മെയിൻറ്റെയിൻ ചെയ്യുന്നതെന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ അതേ സ്പീഡ് തന്നെ, ബ്രീത്തിങ്ങിനനുസരിച്ചുള്ള സ്പീഡ്. നമ്മൾ ഓടുവാണെന്നുണ്ടെങ്കിൽ ബ്രീത്തിങ് സ്പീഡ് കൂടും, അതിനനുസരിച്ചിട്ടുള്ള സ്പീഡിലോട്ട് ഓട്ടോമാറ്റിക്കായിട്ട് ആയിക്കോളും. ഇവിടെ ട്രീറ്റ് ഉണ്ട്. ഞാൻ വേണമെന്നുണ്ടെങ്കിൽ ഒന്നും കൂടെ നമ്മൾ കറക്കാം. ഓക്കെ, അതിനുശേഷം നമ്മളത് കൊടുക്കുന്നു. യെസ്, ഓക്കെ. അവൾ ഉദ്ദേശിച്ച സാധനം കിട്ടുകയും ചെയ്ത്, പക്ഷെ ഞാൻ ഉദ്ദേശിച്ച വഴിയിലാണ് കിട്ടിയത്. അത്രേ ഉള്ളൂ. നമ്മൾ തിരിച്ചാണ് എന്നുണ്ടെങ്കിൽ ഇപ്പൊ അവിടെ വെച്ചിട്ട് നമ്മൾ ലീഷ് ലൂസ് ചെയ്യുന്നത്, പെട്ടെന്ന് അവൾ ഓടി വന്ന് ഇത് എടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഒരിക്കലും ഡോഗ് നമ്മുടെ കൺട്രോളിലായിരിക്കത്തില്ല. അപ്പൊ ഈ ഡിസ്ട്രാക്ഷൻ ഇടുന്നതിന്റെ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ പുറത്തോട്ടൊക്കെ നമ്മൾ നടക്കാൻ ഇറങ്ങുമ്പോൾ ഒരുപാട് സ്മെല്ലായിരിക്കും. വേറെ ഡോഗ്സിന്റെ സ്മെല്ല്, വഴിയിലുള്ള വേറെ എന്തെങ്കിലും ഭക്ഷണ പദാർത്ഥങ്ങളുടെയൊക്കെ സ്മെല്ലുണ്ടായിരിക്കും. ഇനി ഇവർക്ക് അറിഞ്ഞുകൂടാത്ത സ്മെല്ലുകൾ ഉണ്ടായിരിക്കും. ഇവരെ തറയിൽ ഇങ്ങനെ മണപ്പിച്ച് അങ്ങ് പോകുന്ന കണ്ടിട്ടില്ലേ? അപ്പൊ അതെല്ലാം പറയുന്ന ഡിസ്ട്രാക്ഷൻസ് ആണ്. നമ്മളിവിടെ ഒരു ഡയറക്റ്റ് ഡിസ്ട്രാക്ഷൻ ഇവിടെ കൊടുത്തോണ്ടാണ് ഇത് ചെയ്യുന്നതെന്ന് പറയുന്നത്. അപ്പൊ ഈ എക്സർസൈസ് കംപ്ലീറ്റ് ആയി കഴിയുമ്പോൾ ആ ഡിസ്ട്രാക്ഷനെ കൺട്രോൾ ചെയ്യാനായിട്ട് അവർ പതുക്കെ പഠിച്ചു വരും. അതായത് എനിക്ക് ഓണറിന്റെ കൂടെ നടന്നാൽ മതി, ഞാൻ ഉദ്ദേശിക്കുന്നിടത്തോട്ട് പോകാൻ പറ്റും എന്നുള്ള ഒരു ചെറിയൊരു ഐഡിയ ഒക്കെ വരും. ഇനി ഇതിന്റെ ഇടയ്ക്ക് എല്ലാം ഡോഗ് ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം മൂവ് ചെയ്യും. ഈ മൂവ് ചെയ്യുന്നതിന്റെ ഇടയ്ക്ക് നമ്മൾ ഒരുപാട് ഇങ്ങനെ വലിച്ച് അടുത്ത് കൊണ്ട് നിർത്തുന്നതിന് പകരം പതുക്കെ ഈ ഒരു ടൈറ്റ്നസ് ലീഷിൽ ഹോൾഡ് ചെയ്തിട്ട് പതുക്കെ അനങ്ങാതെ നിൽക്കുമ്പോൾ പതുക്കെ കുറേ നേരം കഴിയുമ്പോഴത്തേന് ചെറുതായിട്ടൊന്ന് അനക്കി കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ അടുത്ത് വരുന്ന സമയത്ത് നമ്മൾ എന്തെങ്കിലും ട്രീറ്റ് കൊടുക്കുകയോ അഭിനന്ദിക്കുകയോ തടവി കൊടുക്കുകയോ ഒക്കെ ചെയ്താൽ മതി. അതായത് അവർക്ക് റിവാർഡ് കിട്ടുന്നതെന്ന് പറയുന്നത് എപ്പോഴും നമ്മളിങ്ങനെ വലിച്ചു കൊണ്ട് നിർത്തി കഴിഞ്ഞാൽ അവർ ആ ഫിസിക്കൽ കൺട്രോളിനകത്തോട്ട് പോകും. സ്വന്തമായിട്ട് ചിന്തിക്കാനായിട്ടുള്ള ആ ഒരു ശേഷി അവിടെ നഷ്ടപ്പെടും. സാധാരണ ഹീൽ വാക്കിങ്ങിനകത്തുള്ള ഒരു നമ്മൾ കണ്ടിട്ടില്ലേ, ഡോഗ് ട്രെയിനിങ്ങിന്റെ കോമ്പറ്റീഷനൊക്കെ നോക്കി കഴിഞ്ഞാൽ ഈ ട്രെയിനറിന്റെ ആ കാലിൽ തന്നെ നോക്കി ഡോഗ് ഇങ്ങനെ നടന്ന് പോകും. ആ നടന്ന് പോയിട്ട് ആ ഡോഗിനെ വേണമെങ്കിൽ ഒരു കുഴി കൊണ്ടിടാനും പറ്റും. കാരണം അവർ സ്വന്തമായിട്ട് ചിന്തിച്ചല്ല നടക്കുന്നത്. ഈ ഓണറിന്റെ കാല് നോക്കി തന്നെയാണ് നടക്കുന്നത്. ഞാനിപ്പോൾ ഈ പറഞ്ഞതിനകത്തെന്ന് പറയുന്നത് ഡോഗിനെ സ്വന്തമായിട്ട് ചിന്തിച്ച് നമ്മുടെ കൂടെ നടത്താൻ വേണ്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളും കൂടെ വേണ്ടിയിട്ടാണ്. അതായത് ഒരു റോബോട്ടിനെ നടത്തുന്നത് പോലല്ല, അവരെ മനസ്സിലാക്കണം. ഇപ്പൊ നമ്മൾ വേണമെന്നുണ്ടെങ്കിൽ ഡോഗ് ദൂരോട്ട് പോകുന്നു, അപ്പൊ നമുക്ക് ലീഷിൽ ഇങ്ങനെ അടുത്തോട്ട് കൊണ്ടു നിർത്താനായിട്ട് പറ്റും. അതെന്ന് പറയുന്നത് ഫിസിക്കലി പ്രഷറിന്റെ പുറത്താണ് ഇങ്ങോട്ട് വലിച്ചുകൊണ്ട് വരുന്നതെന്ന് പറയുന്നത്. ഇതിന് പകരം ഡോഗ് തനിയെ നമ്മുടെ അടുത്തോട്ട് വരുവാണെന്നുണ്ടെങ്കിൽ എന്തുവാണ്, അവർ സ്വന്തമായിട്ട് ചിന്തിച്ചതിന് ശേഷം പ്രവർത്തിക്കുകയാണ്. അപ്പൊ അങ്ങനെ ഒരു രീതിയിൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് എക്സർസൈസുകളാണ് ഇവിടെ പറഞ്ഞത്. ഇതിനെക്കാട്ടില് എളുപ്പത്തിൽ ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. അതായത് ട്രെയിനേഴ്സ് എന്ന് പറയുമ്പോഴത്തേന് അവർക്ക് ഒരു കോമ്പറ്റീഷനൊക്കെ പോകുമ്പോൾ കൃത്യമായിട്ട് ഓണറിന്റെ കാല് നോക്കി തന്നെ നടക്കണം. പക്ഷെ നമ്മൾ വീട്ടിൽ വളർത്തുന്ന ഡോഗ് എന്ന് പറയുമ്പോഴത്തേന് അവർ കുറച്ച് ചിന്തിച്ചോട്ടെ എന്നുള്ള ആ ഒരു ഫ്രീഡത്തിന്റെ പുറത്ത് ട്രെയിൻ ചെയ്യുന്നതായിരിക്കും നല്ലതെന്ന് പറയുന്നത്. കാരണം നമ്മളെയും കൂടെ ഗൈഡ് ചെയ്ത് ചില സ്ഥലത്ത് കൊണ്ടുപോകുന്നതുകൊണ്ട് നമുക്ക് വലിയ പ്രശ്നമൊന്നുമില്ല, നമുക്കൊന്ന് തിരിച്ചു പിടിച്ചാൽ പോരെ. അപ്പൊ എന്തായാലും ഇതെല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. നിങ്ങളുടെ ഡോഗിന് വലിയ ലീഷ് പുൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ ആദ്യം കറക്ഷൻസിലോട്ട് പോവുക. കറക്ഷൻസിന്റെ വീഡിയോ ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ട്, അത് കണ്ടതിന് ശേഷം ചെയ്താൽ മതി. അതൊരു 2-3 ദിവസം ചെയ്ത് ഏകദേശം ഡോഗ് നമ്മുടെ പരിസരത്തൊക്കെ നിൽക്കുന്നു എന്നുള്ള ആ ഒരു ഘട്ടത്തിൽ മാത്രമേ ഇതിനകത്തോട്ട് പോകുക. ഇതാണ് ട്രെയിനിങ്, മറ്റേത് കറക്ഷൻ മാത്രമാണ്. ഓക്കെ, അപ്പൊ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. അടുത്ത വീഡിയോയിൽ കാണാം.